കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. 2 ആഴ്ച മുമ്പ് പയ്യാമ്പലത്ത് വെച്ചാണ് കുട്ടിയെ തെരുവുനായ കടിച്ചത്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്ന് 70-ലധികം ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തയും ഈ വിവരവും വരുന്നത്. ഈ കുട്ടിക്ക് എവിടെ വെച്ചാണ് കടിയേറ്റത്? ഗുരുതരമായ പരിക്കുണ്ടായിരുന്നോ? ഈ റാബിസ് വാക്സിൻ കൊണ്ട് ഈ കുട്ടിയുടെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്താനാവുന്നില്ലേ? ഗോകുൽ, ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. മെയ് 30-ാം തീയതിയാണ് ഈ 5 വയസ്സുകാരനെ കണ്ണൂർ പയ്യാമ്പലത്ത് വെച്ച് തെരുവുനായ കടിച്ചത്. ആ കുട്ടിക്ക് അന്ന് തന്നെ കാര്യമായി തന്നെ തെരുവുനായയുടെ കടിയേറ്റു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു, ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് വാക്സിൻ എടുത്തിരുന്നു, അതായത് ഈ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. അത് ഘട്ടം ഘട്ടമായി എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് 2 ദിവസം മുമ്പ് ഈ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും മോശമായത്. അതിനുശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് പേ വിഷബാധയുണ്ട്. നേരത്തെ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. അവിടെ വെച്ച് പേ വിഷബാധയാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചു. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും മോശമായതിനെ തുടർന്നാണ് ഇന്നലെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇപ്പോൾ അവിടുത്തെ വെന്റിലേറ്റർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ 5 വയസ്സുകാരൻ. അതിൽ ഡോക്ടർമാർ പറയുന്നത് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ പേവിഷബാധ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഡോക്ടർമാർ പറയുന്നത് ഈ കുട്ടിയുടെ മുഖത്തും കണ്ണിന്റെ ഭാഗത്തുമാണ് പ്രധാനമായും തെരുവുനായയുടെ കടിയേറ്റത്. അത് കാര്യമായി തന്നെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഈ വാക്സിൻ ആക്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കണ്ണിന്റെ ഭാഗത്തും മുഖത്തുമായതുകൊണ്ട് ഇത് തലച്ചോറിനെ പെട്ടെന്ന് ബാധിച്ചു. വാക്സിൻ ഘട്ടം ഘട്ടമായി എടുക്കുന്നുണ്ട്, പക്ഷെ അത് ആക്ട് ചെയ്യുന്നതിന് മുമ്പേ ഇത് തലച്ചോറിനെ ബാധിച്ചു. അങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യനില ഇത്ര ഗുരുതരാവസ്ഥയിലായത് എന്നതാണ് ഡോക്ടർമാർ എന്തായാലും പറയുന്നത്. ഇപ്പോഴും പരിയാരത്തെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ 5 ശരി, പയ്യാമ്പലത്ത് വെച്ച് തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരൻ എന്ന നിലയാണ് ഗുരുതരമാകുന്നത്. പേവിഷബാധ ഏറ്റിട്ടുണ്ട്. ഗുരുതരമായി മുറിവുകളേറ്റിരുന്നു. മുഖത്ത്, തലയുടെ ഭാഗത്തൊക്കെ കാര്യമായ മുറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാബിസ് വാക്സിനെ പ്രതിരോധിക്കാനാവുന്നതിനപ്പുറത്തേക്ക് പേവിഷബാധ പടർന്നു എന്നതാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് നൽകുന്ന വിവരം.